സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് ആ പൃഥുചരിതം എന്ന 18-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. ആ 3-ാമത്തെ ശ്ലോകത്തിൽ സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാ വചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭത ശാമനായിവേനഃ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാ വചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭത ശാമനായിവേനഃ. താപസൗഖേ ഹിതകഥനായ സംപ്രാപ്തേ മത്തഃ അന്യഃ കശ്ചന ഭുവനപതിഃ ന ഇതി ത്വന്നിന്ദാ വചനപരഃ വേനഃ തൈഃ മുനീശ്വരൈഃ ശാപാഗ്നൗ ശലഭദശാം അനായി. ഇനി ഇവിടെ ഇങ്ങനെ വേനൻ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും ഹോമങ്ങളും എല്ലാം മുടക്കുകയാണെന്ന് നമ്മൾ കഴിഞ്ഞ 2-ാം ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ, ഈ താപസന്മാർ, മുനിമാർ, മഹർഷിമാർ ഒന്നിച്ചു ചേർന്നിട്ട് താപസൗഖം എന്ന് പറഞ്ഞാൽ താപസന്മാരുടെ കൂട്ടം, ആ വേനനെ ഉപദേശിക്കുവാനായിട്ട് ഹിതകഥനായ, ഹിതം പറഞ്ഞ് നല്ലത് പറഞ്ഞ് ഉപദേശിക്കുവാനായിട്ട് വരികയാണ്. അപ്പോൾ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി, ഉടനെ പറയുകയാണ്, നീ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തടയരുത് എന്ന് അവരുപദേശിച്ചപ്പോൾ ഞാനല്ലാതെ മത്തഃ അന്യഃ എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ മറ്റൊരു ഭുവനപതി, അതായത് ഈശ്വരൻ ഇല്ല. ഈ ഭുവനത്തിൻ്റെ പതി, അതായത് ഈശ്വരൻ ഞാൻ തന്നെയാണ്. ഇനി വേറെ ഒരു ഈശ്വരന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയുകയാണ്. ഇപ്രകാരം ഏവ ഇതി, അപ്പോൾ ഇപ്രകാരം പറഞ്ഞു. ഇനി ത്വന്നിന്ദാ വചനപരോ മുനീശ്വരൈസ്തൈഃ, ഈ മുനീശ്വരന്മാരായ ഋഷിമാർ ത്വന്നിന്ദാ വചനപരോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിന്ദിച്ചിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അത് മുനീശ്വരന്മാർക്ക് സഹിക്കാൻ പറ്റിയില്ല അല്ലേ. ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ, ആ മുനീശ്വരന്മാരെന്ത് ചെയ്തെന്നറിയോ? ശാപമാകുന്ന അഗ്നി അങ്ങ് വർഷിച്ചു. ശലഭദശാമനായി വേനഃ, ആ വേനൻ ആ മുനിമാരുടെ ശാപത്താൽ പാറ്റയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ശലഭങ്ങൾ എങ്ങനെയാണ് അഗ്നി കാണുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ചെന്ന് ചാടി ജീവിതം നശിച്ചു പോവില്ല. അതുപോലെ ഇവിടെ ശാപമാകുന്ന അഗ്നി വർഷിച്ച് അതിൽ പാറ്റയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശപിച്ച് ഭസ്മമാക്കി, ആ പാറ്റയാക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാ വചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. 4-ാമത്തെ ശ്ലോകത്തിൽ തന്നാശാത് ഖലജനഭീരുകൈർമുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമധിതാത് അധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമധിതേ ത്വമാവിരാസീഃ. തന്നാശാത് ഖലജനഭീരുകൈ മുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമധിതാത് അധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമധിതേ ത്വമാവിരാസീഃ. ഇവിടെ തന്നാശാത് ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ പരിമധിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ അധദോർദണ്ഡേ പരിമധിതേ ത്വം ആവിരാസീഃ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സംപ്രാപ്തേ ഹിതകഥനായ, നമ്മൾ 3-ാം ശ്ലോകത്തിൽ കണ്ടു, ആ ഹിതം പറഞ്ഞ് ഉപദേശിക്കാൻ ചെന്ന ആ മുനിമാർ പറഞ്ഞത് കേൾക്കാതിരുന്നത് കൊണ്ട് അവർ ഈ വേനനെ ശപിച്ച് പാറ്റയാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ ആ ശാപമാകുന്ന അഗ്നിയിൽ പാറ്റയായിപ്പോയി എന്ന്. ഇനി 4-ാമത്തെ ശ്ലോകമാകുന്ന ഈ ഇതിൽ തന്നാശാത് ഖലജനഭീരുകൈർ മുനീന്ദ്രൈഹി
ഖലജനഭിരുകൈ എന്ന് പറഞ്ഞാൽ ഖലന്മാരായ ദുഷ്ടന്മാരായ ആ വേനൻ്റെ നാശത്തിന് ശേഷം ആ ദുഷ്ടന്മാരെ ഭയപ്പെടുന്നവരാണ് എല്ലാവരും ഇല്ലേ, പ്രത്യേകിച്ചും മുനിമാർ. അതാണ് ഖലജനഭീരുകൈഹി മുനീന്ദ്രഹി. ഇവിടെ ദുഷ്ടന്മാരായ ആ ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന ആ മുനീന്ദ്രന്മാർ, ആ മുനിശ്രേഷ്ഠന്മാർ, തന്നാശാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ വേനൻ്റെ ശരീരം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്മാത്ര ചിരപരിരക്ഷിതോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ചിരപരിരക്ഷിതേ തദംഗേ, ആ വേനൻ്റെ ശരീരത്തെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. തൻ്റെ മകനായ ആ വേനൻ്റെ ശരീരത്തെ മാതാവായ സുനീത എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്, നശിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തദംഗേ, വേനൻ്റെ ശരീരം. ഇനി തദംഗേ എന്ന് പറഞ്ഞാൽ ആ വേനൻ്റെ ശരീരത്തിൽ നിന്ന് ഇനി എന്ത് ചെയ്തു എന്ന് നോക്കാം. ത്യക്താഘേ പരിമഥിതാത് അധോരുദണ്ഡാത്. ത്യക്താഘേ പരിമഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടയുകയാണ്. ഊരുദണ്ഡാത്. ആ ഊരു എന്ന് പറഞ്ഞാൽ തുട ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞു. നമ്മൾ മഥനം ചെയ്യുക, പാലാഴി മഥനം എന്നൊക്കെ കേട്ടില്ലേ, മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടയുക. ആദ്യം ഇവർ ആ ഭാഗം എടുത്ത് കടഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേനൻ മരിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യത്ത് രാജാവില്ല അല്ലേ, അരക്ഷിതാവസ്ഥയാണ്, ആരുമില്ല നോക്കാനോ എടുക്കാനോ ഒന്നും. അങ്ങനെ അവർ തന്നെ ഇങ്ങനെ മുനിമാർ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ് ഈ തുടയെല്ല് എടുത്ത് കടയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന്, ആ തുടയിൽ നിന്ന് കറുത്തിരുണ്ട് ഉയരം കുറഞ്ഞ ശരീരത്തോടുകൂടി ഇങ്ങനെ ചെമ്പൻ തലമുടിയോടുകൂടിയ ഒരു രൂപം പുറത്തു വരികയാണ്. ആ ജനിച്ച് പുറത്തു വന്ന ഉടനെ ചോദിക്കുന്നത്, ഈ രൂപം ചോദിക്കുന്നത് കിം കരോമി എന്നാണ്. അഹം കിം കരോമി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. മുനിമാർ പറഞ്ഞു നിഷീത എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. നിഷീത എന്ന് പറഞ്ഞാൽ ഇത് ഭാഗവതത്തിലുള്ളതാണ്. ആ നിഷീത എന്ന് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ആദ്യം തുടയിൽ നിന്ന് പുറത്തു വന്ന ഈ രൂപം ഈ വേനൻ്റെ സകല പാപങ്ങളും ഉൾക്കൊണ്ടതാണ്. ആ ശരീരത്തിൽ നിന്ന്, അതായത് മുഴുവൻ ആ പാപം മുഴുവൻ ശരീരരൂപം പൂണ്ട് പുറത്തു വന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ. അങ്ങനെ ആ പുറത്തു വന്ന അവനോട് നിഷീത എന്ന് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് പിന്നീട് അവനെ നിഷീതൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അവൻ്റെ ആ വംശക്കാരെ മുഴുവൻ നിഷാദന്മാർ എന്നും അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിഷാദൻ എന്നാൽ കാട്ടാളൻ എന്നാണ് അർത്ഥം കേട്ടോ. ഇനി ത്യക്താഘേ പരിമഥിതാത് അധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. ഇനി അടുത്തതാണ്, ആ തുട കടഞ്ഞപ്പോൾ പുറത്തു വന്ന രൂപത്തിന് നിഷാദൻ എന്ന് പേരിട്ട് അവിടെ മാറ്റി നിർത്തി. അത് പാപമായിരുന്നു. ഇനി അടുത്തത് ത്യക്താഘേ പരിമഥിതാത് അധോരുദണ്ഡാത് എന്ന് കഴിഞ്ഞിട്ട് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. അടുത്തത് കടഞ്ഞത് ആ കൈകളാണ്. ആ ഭുജങ്ങൾ കടഞ്ഞപ്പോൾ ത്വമാവിരാസി, ത്വം ആവിരാസീഹി, അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു, അവിടുന്ന് ഉണ്ടായി ആ കൈകളിൽ നിന്ന്. ആ അവിടുന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ഭഗവാനാണ്. ഇത് ഗുരുവായൂരപ്പനോട് പറയുന്നതാണ് ശ്രീ മേൽപ്പത്തൂര്. അപ്പോൾ അവിടുന്ന് ഭൂജാതനായി എന്ന് പറഞ്ഞാൽ ഈ കൈകളിൽ നിന്ന്, അതായത് മരിച്ച വേനൻ്റെ ശരീരത്തിലെ കൈകൾ കടഞ്ഞപ്പോൾ അവിടുന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ ശ്രീ ഗുരുവായൂരപ്പൻ, അതായത് പരബ്രഹ്മസ്വരൂപമായ മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിൻ്റെ അംശജാതനായിട്ട് പൃഥു ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ആ വേനൻ ശപിച്ച് പാറ്റയാക്കപ്പെട്ട ആ വേനൻ്റെ ശരീരത്തിലെ തുടകൾ കടഞ്ഞപ്പോൾ ആദ്യം ഒരു ഉയരം കുറഞ്ഞ ഒരു രൂപം ഉണ്ടായി. അത് ആ വേനൻ്റെ പാപങ്ങളെല്ലാം ഉൾക്കൊണ്ട മൂർത്തിയായിരുന്നു. അതിന് നിഷാദൻ എന്ന പേരിട്ട് മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് വീണ്ടും കൈകൾ കടഞ്ഞപ്പോഴാണ് ഈ പൃഥു എന്ന് അവിടുന്ന് ജനിക്കുന്നത്. ആ പൃഥുവിൻ്റെ രൂപത്തിൽ അവിടുന്ന് ജന്മമെടുക്കുകയാണ്. ഇത്രയുമാണ് ഈ 4ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് 4ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. തന്നാശാത് ഖലജന ഭീരുഗൈർമുനീന്ദ്രൈഹി തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമഥിതാത് അധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. ഇവിടെ തന്മാത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് തന്മാത്ര മോളിക്യൂൾ എന്നുള്ള അർത്ഥമല്ല, തൻ്റെ മാതാവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ
അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകം പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഭഗവാന്റെ ഇച്ഛയാണ്. എന്നെക്കൊണ്ട് ഇത് പറയിക്കുന്നത്, നിങ്ങൾക്കിത് കേൾക്കാൻ തോന്നുന്നതും തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാനാണ് നമ്മളെക്കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. ഞാൻ എന്ന് ഇല്ല, ഇത് എല്ലാ ശ്ലോകങ്ങളിലും പറയുന്നതാണ്. ഞാൻ എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവാനാണ് പറയുന്നത്. അത് കേൾക്കുന്നതും നിങ്ങളിലെല്ലാം ഭഗവാന്റെ അംശമാണുള്ളത്. അപ്പോൾ ഇത് കേൾക്കാൻ കഴിയുന്നതും പറയാൻ കഴിയുന്നതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.